നല്ലവനായ ഒരു മുനിസിപ്പൽ സെക്രട്ടറിയെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. എൻ്റെ വൈഫിൻ്റെ വീട് ചങ്ങനാശ്ശേരിക്കടുത്ത് പായിപ്പാടാണ്. വൈഫ് എൻ്റെ മോളെ പ്രസവിച്ചത് തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ്. ഒരു വർഷം മറ്റോ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വർഷമായപ്പോഴത്തേക്ക് മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ തിരുവല്ല മുനിസിപ്പൽ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തു. പക്ഷേ സർക്കാർ സംവിധാനം അറിയാവുന്നതിൻ്റെ പേരിൽ ഞാനിവിടെ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്തൊക്കെയാണ് ആവശ്യമായിരിക്കുന്നത്, എങ്ങനെ കിട്ടും എന്നൊക്കെ എല്ലാ വിശദ വിവരങ്ങളും ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ എന്നോട് മുദ്രപത്രം വാങ്ങിക്കണം, അതിൻ്റെ അപേക്ഷ കൊടുക്കുന്ന രീതിയൊക്കെ ഇവർ എന്നോട് പറഞ്ഞു. ഇതവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും അകലയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് മിക്കവാറും അന്ന് തന്നെ തരാനാണ് സാധ്യത. അല്ലെങ്കിൽ 8 ദിവസം കഴിഞ്ഞ് ഇതിനകം തന്നാൽ മതി, പക്ഷേ ഇത്ര അകലയിൽ നിന്നായതുകൊണ്ട് ഉടനെ തരും എന്ന് ഇവരെന്നോട് പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ ചെന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സെക്ഷനിലിരുന്ന ആൾ പറഞ്ഞു, ഒരു 8 ദിവസം കഴിഞ്ഞ് വാ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എറണാകുളത്തുനിന്ന് ഇങ്ങനെ വരികയാണ്, കിട്ടിയാൽ കൊള്ളായിരുന്നു, അല്ല അത് 8 ദിവസം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിന്നപ്പോൾ അവിടെ ഇരുന്ന വേറൊരു സാറ് ഇദ്ദേഹത്തോട് പറഞ്ഞു, സാറേ അത് അകലേന്ന് വന്നതല്ല, അത് കൊടുത്തു വിട് എന്ന്. നിങ്ങളൊക്കെയാണ് ആളുകളെ വഷളാക്കുന്നത്, അയാൾ പോയിട്ട് ഒന്നുകൂടെ വരട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാനീ പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് 8 ദിവസം എന്നുള്ളത് ഞാൻ 1 മാസം കഴിഞ്ഞാൽ വീണ്ടും ചെല്ലുന്നത്. 1 മാസം കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വെളുപ്പിൻ്റെ രാവിലത്തെ ട്രെയിനിന് ഞാൻ പോയി. ഒരു 9:45 അവിടെ ചെന്നു. പക്ഷേ 10:15 ഇദ്ദേഹം വരുന്നത്. വന്നു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റിന് വന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഫയലൊക്കെ മാർക്ക് നോക്കിയിട്ട് എന്നെ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യപ്പെട്ടു. തന്നോട് 8 ദിവസം കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞ്, ഇപ്പോൾ 1 മാസമായല്ലോ, തൻ്റെ മുദ്രപത്രം സൂക്ഷിച്ചു വെക്കാനല്ല എൻ്റെ പണി എന്നും പറഞ്ഞ് ഇദ്ദേഹം അങ്ങോട്ട് കിടന്ന് കയർത്തു. ഞാൻ പറഞ്ഞു, സാറേ അത് വരാൻ പറ്റിയില്ല. ഏതായാലും സാർ ഇപ്പം തന്നേര്, കാരണം ആവശ്യം നമ്മളാണല്ലോ, നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിനു മുമ്പ് ഞാൻ അപേക്ഷ കൊടുത്ത അന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ തൊട്ടടുത്ത കടയിൽ ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ ഇവിടെ കണ്ടു പരിചയമില്ലല്ലോ എന്നൊരാൾ പറഞ്ഞു. ഞാനും എല്ലാം എറണാകുളത്ത് വരികയാണ്. അപ്പോൾ ഇന്ന സാറിൻ്റെനാണോ കൊടുത്തത്? അതെ. പുള്ളി കാശിൻ്റെ ആശാനാണ് കേട്ടോ എന്ന് പറയുകയും ചെയ്തു. കാശിൻ്റെ ആശാനാണെങ്കിൽ കാശ് കൊടുത്ത് നമുക്ക് ഒരു ദിവസം യാത്ര ഒഴിവാക്കാമായിരുന്നു, പക്ഷെ അതൊന്നും അറിയില്ലായിരുന്നല്ലോ. ഏതായാലും ഞാൻ ഇപ്പോൾ മുദ്രപത്രത്തിന് കൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ മുദ്രപത്രം സൂക്ഷിച്ച് വെക്കലല്ല ജോലി. ഞാൻ പറഞ്ഞു, ഏതായാലും സാറേ ഞാൻ വന്നതല്ലേ, ഏതായാലും ഇപ്പം എല്ലാം ശരിയാക്കി വെച്ചിരിക്കല്ലേ തന്നേര്. ഇല്ല ശരിയാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെന്താ സാറേ? അതേ പേര് വ്യത്യാസമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പേര് വ്യത്യാസം? അപ്പൻ്റെയും അമ്മയുടെയും പേര് കണ്ടിട്ട് ക്രിസ്ത്യൻ പേരാണ്, കുട്ടിയുടെ പേര് മുസ്ലിം പേരാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജമീമ എന്നാണ് എൻ്റെ മോളുടെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇംഗ്ലീഷും മലയാളത്തിൽ ഇത് എഴുതി തന്നിട്ടില്ലേ, അത് സാറിങ്ങ് അടിച്ചു തന്നാൽ പോരെ, പിന്നെ ഇത്രയും പേര് ഞാൻ തന്നെയല്ലേ ഇട്ട് തന്നത്. അതേതായാലും ഇന്ന് നടക്കില്ല, പോയിട്ട് നാളെ വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറൊരു കാര്യം ചെയ്യും, ഇങ്ങനെ പേര് വ്യത്യാസം വന്നതുകൊണ്ട് തരികയല്ല എന്ന് പറഞ്ഞ് സാറ് എഴുതി തരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ അല്പം ശബ്ദം ഉയർത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ട്യൂൺ മാറ്റി. ഞാൻ ഇന്ന് എഴുതി തന്നിട്ട് കാര്യമില്ല, സെക്രട്ടറി ഇവിടെ ഇല്ല, സെക്രട്ടറി കളക്ട്രേറ്റിലൊരു മീറ്റിങ്ങിന് പോയിരിക്കുക, അദ്ദേഹം വന്നാലേ ഇത് ഒപ്പിട്ട് തരുള്ളൂ, അതുകൊണ്ട് സെക്രട്ടറി വരണമെങ്കിൽ 4:30 ആവും, നിങ്ങൾ 4:30 വരെ നിൽക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിൽക്കാം, കാരണം ഞാൻ ഈ നാളെ വരണ്ടല്ലോ. എന്നാൽ ശരിയാകട്ടെ, 4:30 ആകുമ്പം വരാൻ പറഞ്ഞു. ഞാൻ ഏതായാലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു മേളത്തെ നിലയിൽ സെക്രട്ടറിയുടെ റൂം, ഞാൻ അവിടെ ചെന്നപ്പോൾ സെക്രട്ടറി അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ആ റൂമിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. ഞാൻ ചോദിച്ചു, സെക്രട്ടറി ഉണ്ടോ? ഉണ്ട്, പുള്ളി കളക്ട്രേറ്റിൽ പോകാൻ ഒരുങ്ങ, എളുപ്പം ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു,
പറഞ്ഞു, സാറേ ഞാൻ എറണാകുളം നിന്ന് വരുവാണ്, അവിടെ പേപ്പറെല്ലാം ശരിയാക്കി വെച്ചിരിക്കുകയാണ്, സാറൊന്ന് ഒപ്പിട്ട് തന്നാൽ മതിയല്ലോ, തരാമെന്ന്. എളുപ്പം കൊണ്ടുവരാൻ അയാളോട് അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് താഴെ ചെന്നു, അദ്ദേഹത്തോട് പറഞ്ഞു. സാറ് പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ, ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് തന്നെ എന്നോട് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ ഇടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, ദേഷ്യത്തിന് മുകളിലേക്ക് കയറി സെക്രട്ടറിക്ക് കൊണ്ടുവന്നു. ഞാൻ പുറത്ത് നിൽക്കുക, ഹാഫ് ഡോറാണ്. അപ്പോൾ സെക്രട്ടറി അയാളോട് പറയുന്നതായിട്ടും, ഇതൊക്കെ ഇത്രയും അകലെന്ന് പറഞ്ഞ ആളുകളല്ല, ഇതൊക്കെ അന്നേരം തന്നെ കൊടുത്ത് വിടേണ്ട കാര്യമല്ല, അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇത് നമ്മുടെ റെക്കോർഡിക്കലുള്ളതല്ലേ എന്ന് ചോദിച്ചു. അയാൾ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് സർട്ടിഫിക്കറ്റ് വന്നു, താഴെ വന്നു, സീലും വെച്ച് എനിക്ക് തന്നു. ഞാനിത് വാങ്ങിച്ച് റൂമിന് പുറത്തിറങ്ങി സർട്ടിഫിക്കറ്റ് ശരിയാണോ എന്നൊന്ന് വായിച്ച് നോക്കിയപ്പോൾ അകത്തിരുന്ന 2-3 വനിതാ സ്റ്റാഫുകളും മറ്റ് 1-2 ആളുകളുണ്ട്. അപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞു, സാറേ ഇത് അന്നേരം തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ ഉള്ളൂ, വെറുതെ ആവശ്യമില്ലാതെ ഈ മനുഷ്യനെ ചുറ്റിക്കുന്നത് എന്തിനാണ്, ഇപ്പം നാണം കെട്ടില്ലേ എന്ന് ചോദിച്ചു. ഏതായാലും ഞാൻ സർട്ടിഫിക്കറ്റും മേടിച്ചുകൊണ്ട് പോന്നു. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് ആ സെക്രട്ടറിയുടെ മഹിമയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നീട് ആകാം എന്ന് പറയാമായിരുന്നു. പക്ഷേ ഞാൻ ഇത്ര അകലേന്ന് വന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഒപ്പിട്ട് തന്നു. കാരണം അദ്ദേഹം പറഞ്ഞായിരുന്നു, ഞാൻ കളക്ടറേറ്റ് മീറ്റിങ്ങിന് പോവുകയാണ്, ഇന്ന് വരില്ല എന്ന്. ഇന്ന് വരില്ല എന്നുള്ളത് ഈ താഴത്തെ ക്ലർക്കിന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ 4:30 വരെ നിന്ന് കഴിഞ്ഞ് 5 മണി വരെ ആകുമ്പോൾ സെക്രട്ടറി വന്നില്ല, എന്നെ മടക്കി അയക്കാൻ ഉള്ള അങ്ങേരുടെ ബുദ്ധിയായിരുന്നു അതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഏതായാലും ഇങ്ങനെയുള്ള ചില കുരുട്ടുബുദ്ധികൾ പിടിച്ച ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഗവൺമെൻറ് സ്റ്റാഫിന് തന്നെ നാണക്കേടാണ്. പക്ഷേ ഈ സെക്രട്ടറിയെ പോലെ ആത്മാർത്ഥതയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഏതായാലും ആ നല്ല പ്രവൃത്തി ചെയ്ത സെക്രട്ടറിയെ, അല്ലെങ്കിൽ എനിക്ക് പിന്തുണ നൽകിയ സെക്രട്ടറിയെ ഞാൻ ഒന്ന് ബിഗ് സല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കും ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വിവരങ്ങൾ നമുക്ക് വീണ്ടും പൊതുജന മധ്യത്തിൽ എത്തിക്കാൻ കഴിയും.